കാരക്കുണം ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജുമായിട്ട് കഴിഞ്ഞ 33 വർഷക്കാലമായി നല്ല ഒരു സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ നാട്ടിൻ്റെ ആരോഗ്യ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ വേണ്ടി കാരക്കുണം CSI മെഡിക്കൽ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. ആ സംഭാവന നൽകാൻ നേതൃത്വം നൽകിയത് ഇന്നത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ബെനറ്റ് എബ്രഹാം. ഈ കോളേജിൻ്റെ ഡയറക്ടറായി വന്നതിന് ശേഷമാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ വേഗത വർദ്ധിച്ചത്. 35 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ സ്ഥലം കാണുമ്പോൾ ഒന്നോ രണ്ടോ കൊച്ചു കെട്ടിടങ്ങളും മരുന്ന് വാങ്ങാനും അല്ലെങ്കിൽ പനിക്കും ജലദോഷത്തിനും വരുന്ന ഒരു ചെറിയ ആശുപത്രിയായിരുന്നു. തുടർന്ന് അവിടെ നഴ്സിംഗ് കോളേജ് വരികയും തുടർന്ന് MBBS കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തു. ആ MBBS കോഴ്സ് ആരംഭിക്കുമ്പോൾ തന്നെ വിപുലമായ ക്യാമ്പസും അവിടെ ഉണ്ടായി. ഏറ്റവും നല്ല ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ക്യാമ്പസ് ഉള്ളൊരു സ്ഥലമായി കാരക്കുണം CSI മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട്. അവിടെ ഒട്ടനവധി കോഴ്സുകളുണ്ട്. നഴ്സിംഗ് കോളേജുണ്ട്, നഴ്സിംഗ് മെഡിക്കൽ MBBS സീറ്റുകളുണ്ട്, 150ഓളം സീറ്റുള്ള MBBS ഉണ്ട്, പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അങ്ങനെ തുടങ്ങി വിവിധ കോഴ്സുകൾ അവിടെ വന്ന് ഏറ്റവും പാവപ്പെട്ട കുട്ടികളടക്കം സൗജന്യമായി, ഫീസ് വളരെ കുറച്ച് സൗജന്യമായി പഠിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. സംസ്ഥാന സർക്കാർ പറയുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് അവിടെ നടത്തുന്നതും സർക്കാരിന് വിധേയമായാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. ഇതിലുപരി ഡോക്ടർ ബെനറ്റ് എബ്രഹാം എന്ന വ്യക്തി, അയാളെ വ്യക്തിപരമായി പറഞ്ഞാൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്. നിർധനായ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ അവർക്ക് ആ പൈസ അദ്ദേഹത്തെ കൊണ്ട് പരമാവധി കുറച്ചു കൊടുക്കുകയും അങ്ങനെ രോഗികളെ അവിടുന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വിവിധങ്ങളായ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലേറെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തന്നെ പഞ്ചായത്തുമായി സഹകരിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടിന് വളരെ ഗുണകരമായിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത്. ഡോക്ടർ ബെനറ്റ് എബ്രഹാം എന്ന വ്യക്തി ഒരു മഹാമേരു പോലെ വളർന്നു വരികയാണ്. കാര്യം മഹാമേരു പോലെ നിന്നാണ് ഈ സ്ഥാപനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. ഇന്ന് കാണുന്ന കാരക്കുണം CSI മെഡിക്കൽ കോളേജ്, CSI ഡോക്ടർ സോമർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നുള്ളത് മാറി ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജ് എന്ന് മാറുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്.